ഇലക്ഷൻ സർവേകളുടെ കാലമാണ്. ജനങ്ങളെ ഉദ്വേഗത്തിന്റെ മുൾമുനയിൽ നിർത്താൻ ചിലപ്പോൾ സർവേകൾക്ക് കഴിയും. പക്ഷെ അങ്ങനെ വലിയ ഉദ്വേഗമൊന്നും 2024 തെരഞ്ഞെടുപ്പിൽ കാണുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാണുന്നില്ല. 18ാം ലോക്സഭയെ തെരഞ്ഞെടുക്കാനുള്ള തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു ഉത്സാഹം അവിടെ ഇല്ല. അതിനുള്ള പ്രധാന കാരണം മാധ്യമങ്ങൾ വരച്ചിട്ട ചിത്രവും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞ ചിത്രവും ഏതാണ്ട് ഒരുപോലെ വരുന്നു. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് BJP-ക്ക് 370 സീറ്റ് ലഭിക്കും, NDA മുന്നണിക്ക് 400-ലധികം സീറ്റ് ലഭിക്കും എന്ന് നരേന്ദ്രമോദി മുൻകൂറായി പറഞ്ഞു വെച്ചു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ഈ എണ്ണം അങ്ങ് പറഞ്ഞു വെക്കുകയാണ്. അപ്പൊ ആ എണ്ണത്തിൽ കൂട്ടിമുട്ടിച്ചെടുക്കാൻ തക്ക സർവേകളാണോ മാധ്യമങ്ങൾ നടത്തിയത്? ഒരു ചോദ്യചിഹ്നമാണ്. ക്രോണി ക്യാപിറ്റലിസത്തിന്റെ കാലമാണ്. ചങ്ങാത്ത മുതലാളിത്തം. ഈ ചങ്ങാത്ത മുതലാളിത്തത്തിൽ എല്ലാ രംഗത്തുമുള്ള മുതലാളിമാരുമായി ഒരുപക്ഷെ ഭരണകൂടത്തിന് ചങ്ങാത്തമുണ്ട്, ഭരിക്കുന്ന പാർട്ടിക്ക് ചങ്ങാത്തമുണ്ട്, ഇലക്ട്രൽ ബോണ്ടൊക്കെ ലഭിച്ചത് അങ്ങനെയാണ്. പക്ഷേ ആ ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ മറ്റൊരു രൂപമാണ് മാധ്യമ സൗഹൃദം. മിക്കവാറും എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും ദേശീയ തലത്തിൽ ഹിന്ദി, ഇംഗ്ലീഷ് മാധ്യമങ്ങൾ മിക്കതും ഒരു പരിധിവരെ BJP ജയിച്ചു വരും, അല്ലെങ്കിൽ ഭരണ അനുകൂല മാധ്യമങ്ങളാണ്, അല്ലെങ്കിൽ അവർ ആ ഒരു നറേറ്റീവാണ്, ആ ഒരു ചിത്രമാണ് പ്രൊജക്ട് ചെയ്യുന്നത്. ആ ചിത്രം തീർച്ചയായും അർബൻ മിഡിൽ ക്ലാസിനെ, യുവ വോട്ടർമാരെ, അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസമ്പന്നരായ വോട്ടർമാരെ പത്രവും ടെലിവിഷനും ഒക്കെ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന വോട്ടർമാരെ ഏറെ സ്വാധീനിക്കാൻ പര്യാപ്തവുമാണ്. അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി വന്ന സർവേകളിൽ മിക്കതിലും കാണുന്നത് ഹിന്ദി ഹൃദയഭൂമിയിൽ കഴിഞ്ഞ പ്രാവശ്യം ഭാരതീയ ജനതാ പാർട്ടിക്കും NDA-ക്കും ഉണ്ടായ മേൽക്കൈ അതുപോലെ നിലനിർത്തും. തെക്കൻ ഇന്ത്യയിൽ ചെറുതായിട്ടെങ്കിലും NDA-ക്ക് മെച്ചമാകാൻ സാധിക്കും. ഇപ്പോൾ തന്നെ സദേൺ ഇന്ത്യയിലെ സിംഗിൾ ലാർജസ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടി BJP ആണ്. അത് കർണാടകത്തിന് ചിറകിലേറിയാണ് എന്ന് മാത്രം. കേരളത്തിലും തമിഴ്നാട്ടിലും കാര്യമായ പേരുകളില്ല എങ്കിലും 28 സീറ്റുള്ള കർണാടകത്തിന് ചിറകിലേറി ഭാരതീയ ജനതാ പാർട്ടിക്ക് 28ഓളം സീറ്റുകളാണ്. അപ്പൊ അതൊരു നല്ല ഒരു ബേസ് സൗത്തിൽ ഉണ്ട് എന്ന് മാധ്യമങ്ങളും പറയുന്നു. അത് സത്യവുമാണ്. പക്ഷേ ഇവിടെ ലോക് പോൾ എന്ന ഒരു ഏജൻസി നടത്തിയ സർവേ, ആ സർവേയിൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലെയും കാര്യത്തിൽ കറക്റ്റ് ആണെങ്കിലും കർണാടകത്തിൽ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന BJP മേൽക്കൈ അതുണ്ടാവില്ല. കോൺഗ്രസ്, അവിടെ ഭരണത്തിലുള്ള കോൺഗ്രസിന് സിദ്ധാരാമയ്യയും DK ശിവകുമാറും ഒക്കെ നയിക്കുന്ന സംസ്ഥാന ഭരണകൂടത്തിന് എൻഡോഴ്സ്മെന്റ് ആകുന്ന, അനുകൂലമാകുന്ന ഒരു വിധിയാണ് ബാംഗ്ലൂരിൽ അല്ലെങ്കിൽ കർണാടകത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ഇതാണ് ലോക് പോൾ സർവേ പറയുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ വീഡിയോ വരുന്നത്. എന്താണ് കർണാടകത്തിലെ അവസ്ഥ? കർണാടകത്തിൽ ഏറെക്കാലമായി സംസ്ഥാന വിഷയങ്ങൾ മാത്രമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ വർഷം നടന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന വിഷയങ്ങളാണ് ചിന്താ വിഷയമായത്. യെദ്യൂരപ്പ ഗവൺമെന്റിനെതിരെ, അല്ലെങ്കിൽ BJP-യുടെ സർക്കാരിനെതിരെ, ഗൗഡ ഗവൺമെന്റിനെതിരെ, സദാനന്ദ ഗൗഡ ഗവൺമെന്റിനെതിരെ അതിശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. അഴിമതിയുടെ കൂത്തരങ്ങായിരുന്നു കർണാടക. അതുകൊണ്ട് ആ അഴിമതിയെ തൂത്തെറിയാൻ വേണ്ടി കുറച്ചുകൂടി മെച്ചപ്പെട്ട, അഴിമതി കണക്കിൽ ആരും മോശമല്ല എങ്കിൽ പോലും കുറച്ചുകൂടി മെച്ചപ്പെട്ട റെക്കോർഡുണ്ട് എന്ന് കോൺഗ്രസിന് തെളിയിക്കാനായി ചില പദ്ധതികൾ, ചില വികസന പദ്ധതികൾ, ചില മുദ്രാവാക്യങ്ങൾ, ചില ഓഫറുകൾ, 5 പ്രത്യേക ഓഫറുകൾ കൊടുത്തുകൊണ്ട് കർണാടകത്തിൽ ഭരണത്തിലേറാൻ പറ്റി. അത് സംസ്ഥാന വിഷയമാണെന്ന് ഓർക്കണം. പക്ഷെ ദേശീയ തലത്തിൽ മുൻകാലങ്ങളിലും കോൺഗ്രസ് കർണാടക ഭരിക്കുമ്പോൾ കേന്ദ്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കുറെ കാലമായി BJP-ക്ക് തന്നെയായിരുന്നു മേൽക്കൈ. അതുകൊണ്ട് ആ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകാൻ പോകുന്നത്. 28 മണ്ഡലങ്ങളിൽ 24-എങ്കിലും 20 മുതൽ 25 മണ്ഡലങ്ങളിലെങ്കിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ ജയിച്ചു വരും. പ്രത്യേകിച്ച് ഭാരതീയ ജനതാ പാർട്ടിയും തെക്കൻ കർണാടകത്തിൽ വേരുകളുള്ള ജനതാദൾ എസും ദേവഗൌഡയുടെ പാർട്ടിയാണ്. HD കുമാരസ്വാമി നയിക്കുന്ന പാർട്ടിയാണ്. അതൊരു കുടുംബ പാർട്ടിയാണ് എന്ന് ആക്ഷേപിക്കപ്പെടുമ്പോഴും ആ പാർട്ടിക്ക് വൊക്കലിക മേഖലകൾ, ദക്ഷിണ പ്രദേശത്തുള്ള, കർണാടകത്തിന്റെ ദക്ഷിണ പ്രദേശത്തുള്ള മാണ്ഡ്യ, മൈസൂർ, ഓൾഡ് മൈസൂർ, ബാംഗ്ലൂർ ഒക്കെ പ്രദേശത്തുള്ള ശക്തമായ വേരോട്ടം, അത് വോട്ടാക്കി മാറ്റാമെങ്കിൽ ഇപ്രാവശ്യം BJP-യും ജനതാദൾ സെക്യുലറും കൂടെ ചേർന്ന് ഒരു പയറ്റും ഒരു കളിക്കും. അവർ നന്നായി പെർഫോം ചെയ്യും എന്ന പൊതുധാരണയെ അട്ടിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രവചനം വന്നിരിക്കുന്നത്. അത് എത്രത്തോളം ശരിയാണ് എന്ന് എനിക്ക് കൃത്യമായി പറയാനാവുന്നില്ല. പൊതുവെ കർണാടകത്തിൽ ലഭിക്കുന്ന ട്രെൻഡുകൾ നോക്കുമ്പോൾ അവിടെ കോൺഗ്രസ് പാർട്ടിയുടെ ബേസ് അവിടെ ഇൻടാക്റ്റ് ആണ്. വൊക്കലിഗരുടെ ഇടയിൽ DK ശിവകുമാർ എന്ന കോൺഗ്രസ് ഉപമുഖ്യമന്ത്രിക്ക് ശക്തമായ വേരുകളുണ്ട്. ദേവഗൌഡ മാത്രമല്ല വൊക്കലിഗരുടെ നേതാവ്, DK ശിവകുമാർ വളരെ കാരിസ്മാറ്റിക് നേതാവാണ്. DK ശിവകുമാർ കൊണ്ടുവരാൻ കഴിയുന്ന
തന്ത്രപരമായ വോട്ടുകളും ഒക്കലിക വോട്ടുകളും നിർണായകമാകും. അത് മാത്രമല്ല, വടക്കൻ കർണാടകത്തിലും മധ്യ കർണാടകത്തിലുമൊക്കെ ലിംഗായത്തുകൾക്കാണ് പ്രാമാണ്യം. ഭൂരിപക്ഷം എന്ന് പറയാനാവില്ല എങ്കിലും നിർണായക കമ്മ്യൂണിറ്റിയാണ് ലിംഗായത്തുകളുടെ ഒരു മഠാധിപതി. ഇപ്പോൾ ഒരു ലിംഗായത്ത് കാൻഡിഡേറ്റിനെ ഫീൽഡ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന ഒരു കാരണത്താൽ അദ്ദേഹം മത്സരരംഗത്തേക്ക് വരുന്നു. ലിംഗായത്തുകളുടെ ഒരു വിഭാഗം പിണങ്ങിക്കഴിഞ്ഞാൽ ഈ പറയുന്ന മേൽക്കൈയൊന്നും BJPക്ക് ലഭിക്കില്ല. ഇനി അതുദ്ദേശിച്ചുകൊണ്ടാണോ ഈ സർവേയിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചത് എന്ന് എനിക്ക് ന്യായമായും ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ലിംഗായത്തുകളും ഒക്കലിഗരും ചേർന്ന് നിന്നാൽ ഒരു കാരണവശാലും ഒരു പാർട്ടിയെ പരാജയപ്പെടുത്താനാവില്ല. അതുകൊണ്ട് BJPക്ക് അനുകൂലമാകും എന്ന് കരുതിയ ലിംഗായത്ത് വോട്ടുകൾ ഒരു ചെറിയ ഭാഗമെങ്കിലും കോൺഗ്രസിന് അനുകൂലമായി തിരിക്കപ്പെട്ടാൽ BJPക്ക് പറയുന്ന നമ്പേഴ്സ് 20 മുതൽ 25 വരെയുള്ള സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയില്ല എന്ന് വിലയിരുത്തേണ്ടി വരും. പക്ഷെ അവസാന ഘട്ടത്തിൽ ലിംഗായത്ത് മഠാധിപതികളും ലിംഗായത്ത് നേതാക്കളും എല്ലാം ശ്രീ യെദ്യൂരപ്പ എന്ന ലിംഗായത്ത് നേതാവിന്റെ കീഴിൽ അണിനിരക്കുകയും ഭാരതീയ ജനതാ പാർട്ടി ദേശീയ തലത്തിൽ അധികാരത്തിൽ വരുമെന്ന് തന്നെ കർണാടകത്തിലെ മഹാഭൂരിപക്ഷം പേര് വിശ്വസിക്കാനാണ് സാധ്യത. അതുകൊണ്ട് ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്നും കേരളത്തിനും തമിഴ്നാടിനുമുള്ള അത്രത്തോളം ഹിന്ദി വിരോധമോ ഉത്തരേന്ത്യ വിരോധമോ ഒന്നുമില്ലാത്ത കർണാടകത്തിൽ ഒരു പാൻ ഇന്ത്യ ട്രെൻഡ് BJPക്കാണ് മേൽക്കൈ എന്ന് കരുതപ്പെടുന്നു. ആ ട്രെൻഡ് തന്നെ കർണാടകത്തിൽ പുലരുകയാണെങ്കിൽ ഞാൻ അവിടെ അത്ഭുതപ്പെടില്ല. കാരണം അതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് കർണാടകത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വെച്ചുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്നതിൽ വലിയ കാര്യമില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.